അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറിദ്വാല്ലാഹ് അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വലിയ ശ്രേഷ്ഠതയുള്ള, വലിയ മഹത്വമുള്ള, ഒരുപാട് ഗുണഫലങ്ങൾ നിറഞ്ഞ ഒരു അത്ഭുത സുന്നത്ത് നിസ്കാരത്തെക്കുറിച്ചാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, എല്ലാ 5 വക്ത് ഫർള് നിസ്കാരങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠതയും പുണ്യവുമുള്ള ഒരു സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ് എന്ന സുന്നത്ത് നിസ്കാരം. ഈ തഹജ്ജുദ് നിസ്കാരം നമ്മൾ പാതിര സമയത്ത് നിസ്കരിക്കുന്ന ഒരു നിസ്കാരമാണ്. തഹജ്ജുദ് നിസ്കാരം നമ്മൾ സാധാരണയായിട്ട് 2 റക്അത്താണ് നിസ്കരിക്കാറ്. അതിൽ കൂടുതലും നിസ്കരിക്കാം. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് ഇഷ്ടം നമ്മൾ എത്ര റക്അത്താണോ നിസ്കരിക്കുന്നത് അത് പതിവായി നിസ്കരിക്കുന്നതാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. മാത്രമല്ല, ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. പതിവായി തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കുന്ന ഒരാൾ ഇടയ്ക്ക് വെച്ച് അത് നിർത്തിയാൽ അത് കറാഹത്തുള്ള കാര്യമാണ്. അത് പ്രത്യേകം നിങ്ങൾ മനസ്സിലാക്കുക. തഹജ്ജുദ് നിസ്കാരത്തിൽ നമുക്ക് ഏത് സൂറത്തും ഓതാം. പക്ഷേ ഏറ്റവും നല്ലത് വലിയ സൂറത്ത് ഓതി നിസ്കാരം കൂടുതൽ സമയം ദീർഘിപ്പിക്കുന്നതാണ് നല്ലത്. പ്രിയപ്പെട്ടവരെ, പാതിര സമയത്ത് എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമ്മൾ അള്ളാഹുവിനു വേണ്ടി നിസ്കരിക്കുന്ന ഈ സുന്നത്ത് നിസ്കാരത്തിന് ഒരുപാട് നേട്ടങ്ങൾ പറയാനുണ്ട്. ഈ തഹജ്ജുദ് നിസ്കാരത്തിന് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലത്തിൻ്റെ കണക്ക് എത്രത്തോളമുണ്ടെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അത് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാത്രം അറിയുന്ന ഒരു കാര്യമാണ്. അപ്പം അത്രത്തോളം പ്രതിഫലം നമുക്ക് ലഭിക്കുന്ന ഒരു സുന്നത്ത് നിസ്കാരമാണ് തഹജ്ജുദ് എന്ന ഈ സുന്നത്ത് നിസ്കാരം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്, തഹജ്ജുദ് നിസ്കാരം നിസ്കരിക്കുന്ന ആൾക്ക് ലഭിക്കുന്ന കണ്ണിന് കുളിർമയേകുന്ന അനുഗ്രഹങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല ആർക്കും അത് അറിയിച്ചു കൊടുത്തിട്ടില്ല. അത് അള്ളാഹു മറച്ചു വെച്ചിരിക്കുകയാണ് എന്നാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എല്ലാവരും ഈ തഹജ്ജുദ് നിസ്കാരം എന്ന ഈ സുന്നത്ത് നിസ്കാരം എല്ലാവരും പതിവാക്കുക. കാരണം അത്രത്തോളം നമുക്ക് ദുനിയാവിലും ആഖിറത്തിലും അള്ളാഹുവിൽ നിന്നും നമുക്ക് വലിയ നേട്ടങ്ങൾ ലഭിക്കുന്ന ഒരു സുന്നത്ത് നിസ്കാരമാണ് ഈ തഹജ്ജുദ് എന്ന ഈ സുന്നത്ത് നിസ്കാരം. തഹജ്ജുദ് നിസ്കാരം നമ്മൾ പതിവാക്കിയാൽ നമുക്ക് അള്ളാഹുവിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ അള്ളാഹു നമുക്ക് അറിയിച്ചു തന്ന കുറച്ച് നേട്ടങ്ങളെക്കുറിച്ച് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തേത്, നാം പോലും ഇതുവരെ ചിന്തിക്കാത്ത, നാം പോലും ആഗ്രഹിക്കാത്ത, നാം ഇതുവരെ കാണാത്ത, നാം ഇതുവരെ കേൾക്കാത്ത വലിയ വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ പറഞ്ഞ ഈ ഒന്നാമത്തെ കാര്യം തന്നെ മതി നമുക്ക് ദുനിയാവിൽ എല്ലാ കാര്യത്തിലും നമുക്ക് വലിയ ഉയർച്ച ഉണ്ടാകാൻ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഇതിൻ്റെ രണ്ടാമത്തെ അനുഗ്രഹം, നമ്മൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടുമുള്ള എല്ലാ പ്രയാസങ്ങൾക്കും ബുദ്ധിമുട്ടുകൾക്കും ഈ തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്ന ആൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല അതിന് നല്ല ഒരു പരിഹാരമാർഗം കാണിച്ചു കൊടുക്കും. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല അവനെ തൊട്ട് എല്ലാ രോഗങ്ങളിൽ നിന്നും അള്ളാഹു അവനെ കാക്കും. മാത്രമല്ല, അവൻ ജീവിതത്തിൽ അനുഭവിക്കുന്ന അവൻ്റെ എല്ലാ മനപ്രയാസങ്ങളും വിഷമങ്ങളും അള്ളാഹു ഇല്ലാതെയാക്കി അവനിക്ക് നല്ല സന്തോഷമുള്ള ഒരു ജീവിതം കൊടുക്കും. അതുപോലെ തന്നെ അവൻ്റെ ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല, പണത്തിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ മൂന്നാമത്തെ അനുഗ്രഹം, നമ്മുടെ ഏത് ദുആക്കും, നമ്മുടെ എന്ത് നല്ല ഹലാലായ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അള്ളാഹുവിനോട് പറഞ്ഞ് ദുആ ചെയ്താൽ അള്ളാഹു സുബ്ഹാനഹു തആല ആ ദുആ പെട്ടെന്ന് സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു തആല അത് പെട്ടെന്ന് സ്വീകരിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാ ദിവസവും
തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക. എന്നിട്ട് അള്ളാഹുവിനോട് ചോദിക്കുക. ഉറപ്പായിട്ടും അള്ളാഹു സുബ്ഹാനഹു തആല അതിന് ഉത്തരം നൽകുന്നതാണ്. ഇതിൻ്റെ 4ാമത്തെ അനുഗ്രഹം, തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്ന ആൾക്ക് അവൻ ജീവിതത്തിൽ അറിയാതെയും അറിഞ്ഞുകൊണ്ടും അവൻ്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്ന ആൾക്ക് അവൻ്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഇതിൻ്റെ 5ാമത്തെ അനുഗ്രഹം, ആരെങ്കിലും ഒരാൾ നന്നാവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ്റെ അഹങ്കാരവും അഹംഭാവവും അവൻ്റെ വലിയ ദേഷ്യവുമൊക്കെ ഇല്ലാതെയായി അള്ളാഹുവും അതുപോലെ തന്നെ ജനങ്ങളും ഇഷ്ടപ്പെടുന്ന നല്ല ഒരു മനുഷ്യനായി തീരുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ നിർബന്ധമായും എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക. അപ്പോൾ തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയാൽ അള്ളാഹുവും അതുപോലെ തന്നെ എല്ലാ മനുഷ്യരും നമ്മെ നല്ല പോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു മനുഷ്യനാകാൻ നമുക്ക് കഴിയും. ഇതിൻ്റെ 6ാമത്തെ അനുഗ്രഹമാണ്, അള്ളാഹുവിലേക്ക് ആരെങ്കിലും അടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയാൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന ഒരാളായി അള്ളാഹുവിലേക്ക് നമുക്ക് അടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ 7ാമത്തെ അനുഗ്രഹമാണ് സ്വാലിഹീങ്ങളായ മനുഷ്യരാകുക എന്നുള്ളത്. തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്ന ആളുകൾ സ്വാലിഹീങ്ങളായ മനുഷ്യരാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ വീട്ടിൽ നമ്മളോ അല്ലെങ്കിൽ നമ്മുടെ ഉമ്മയോ ഉപ്പയോ ആരെങ്കിലും എല്ലാ ദിവസവും തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, അവർ സ്വാലിഹീങ്ങളായ മനുഷ്യരാണ് എന്ന്. ഇതിൻ്റെ 8ാമത്തെ അനുഗ്രഹമാണ്, എത്ര വലിയ രോഗങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു തആല അവരെ രക്ഷപ്പെടുത്തും എന്ന്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആരെങ്കിലും പല രോഗങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടും പ്രയാസവും അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും നിങ്ങൾ തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക. ഉറപ്പായിട്ടും ഇൻഷാ അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാ രോഗങ്ങളും നമ്മളിൽ നിന്നും മാറ്റിത്തരുന്നതാണ്. മാത്രമല്ല, രോഗങ്ങൾ നമ്മിൽ പിടിപെടുന്നതിൽ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ കാക്കുന്നതുമാണ്. ഇതിൻ്റെ 9ാമത്തെ അനുഗ്രഹമാണ്, എല്ലാ ആപത്തിൽ നിന്നും എല്ലാ വലിയ അപകടങ്ങളിൽ നിന്നും അള്ളാഹു സുബ്ഹാനഹു തആല നമ്മെ രക്ഷിക്കുന്നതാണ്. നാമൊക്കെയും എന്നും ന്യൂസുകളിലൊക്കെ കാണുന്ന ഒരു കാര്യമാണ്, ലോകത്ത് ഒരുപാട് ആളുകൾ കുടുങ്ങിയിട്ടുള്ള വലിയ വലിയ ആപത്തുകളും വലിയ വലിയ ആക്സിഡൻറ്റുകൾ മൂലം ഒരുപാട് ആളുകൾ പെട്ടെന്നുള്ള മരണം, ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആല ഈ തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്ന ആളുകളെ അള്ളാഹു രക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ 10ാമത്തെ അനുഗ്രഹമാണ്, തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്ന ആളുടെ മുഖം പ്രകാശിക്കും എന്നുള്ളത്. അതായത് ചില സമയത്ത് നമ്മുടെ മനസ്സിൽ ടെൻഷൻ ഇല്ലാതെ മനസ്സിന് നല്ല സന്തോഷം ഉണ്ടാകുമ്പോൾ നമ്മുടെ മുഖത്തിന് ഒരു തെളിച്ചം ഉണ്ടാകാറുണ്ടല്ലോ. ആ ഒരു തെളിച്ചം നമ്മുടെ മുഖത്തിന് എപ്പോഴും ഉണ്ടാകുകയും അതുപോലെ തന്നെ നമ്മുടെ മുഖത്തിന് നല്ല സൗന്ദര്യം വർദ്ധിക്കുകയും ചെയ്യും ഈ തഹജ്ജുദ് നിസ്കാരം എല്ലാ ദിവസവും പതിവാക്കുന്ന ആളുകൾക്ക്. ഇതിൻ്റെ 11ാമത്തെ അനുഗ്രഹമാണ്, കുടുംബത്തിലും അതുപോലെ കുട്ടികളുടെ ഇടയിലും അതുപോലെ ജനങ്ങളുടെ ഇടയിലുമൊക്കെ അവരുടെ സ്നേഹം നമുക്ക് വല്ലാത്ത രീതിയിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും. അത് ഇനി എത്ര വലിയ ക്രിമിനലുകളായാലും അതുപോലെ തന്നെ വലിയ കള്ളന്മാരായാലും അവർ നമ്മെ കാണുമ്പോൾ അവർക്ക് നമ്മോട് സ്നേഹം മാത്രമേ തോന്നുകയുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ 12ാമത്തെ അനുഗ്രഹമാണ്, ആളുകൾ കൂടിയ സ്ഥലത്ത് നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയുകയും അതുപോലെ തന്നെ ആളുകൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല ബുദ്ധിയുള്ള സംസാരങ്ങൾ സംസാരിക്കാൻ കഴിയുകയും ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള നല്ല പുഞ്ചിരി ചിരിക്കാൻ കഴിയുകയും അതുകൊണ്ട് തന്നെ ആളുകളുടെ ഇടയിൽ അവർ നല്ല ഒരു വില കൽപ്പിക്കുകയും നല്ല സ്വാധീനം നമുക്ക് അവർക്കിടയിൽ ഉണ്ടാവുകയും ചെയ്യും. തഹജ്ജുദ് എല്ലാ ദിവസവും പതിവാക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന 13ാമത്തെ അനുഗ്രഹമാണ്,
നാം പോലും അറിയാത്ത വഴികളിലൂടെ, നാം പോലും പ്രതീക്ഷിക്കാത്ത വഴികളിലൂടെ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ഒരുപാട് അറിവുകൾ നൽകും. അത് നമുക്ക് ദുനിയാവിലെ വിജയത്തിനാവശ്യമായ അറിവ് നൽകും. അതുപോലെ തന്നെ ആഖിറത്തിലെ വിജയത്തിനാവശ്യമായ അറിവും നമുക്ക് നൽകും. ഇതിൻ്റെ 14ാമത്തെ അനുഗ്രഹമാണ് നമ്മുടെ എല്ലാ പേടികളും അതുപോലെ വിഷമങ്ങളും ടെൻഷനുകളുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു തആല നമ്മിൽ നിന്നും എടുത്തു കളയുന്നതാണ്. പിന്നെ ഇതിൻ്റെ 15ാമത്തെ അനുഗ്രഹമാണ് ഈ തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്ന ആളുകളെ അല്ലാഹു സുബ്ഹാനഹു തആല ദുനിയാവിലും അതുപോലെ തന്നെ ആഖിറത്തിലും വലിയ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരാളായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മൾ തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയാൽ നമുക്ക് ദുനിയാവിൽ നിന്നും ലഭിക്കുന്ന 15 അനുഗ്രഹങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തന്നത്. നമുക്ക് ദുനിയാവിൽ നിന്നും കിട്ടുന്ന ഈ 15 അനുഗ്രഹങ്ങൾ കേട്ട നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ടാകും, ഈ 15 അനുഗ്രഹങ്ങൾ ഒരു മനുഷ്യന് ലഭിച്ചാൽ തന്നെ ആ മനുഷ്യൻ ദുനിയാവിലെ എല്ലാ കാര്യത്തിലും വിജയിച്ചവനായിരിക്കും എന്നുള്ളത്. എന്നാൽ ഒരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, എല്ലാ അനുഗ്രഹങ്ങളും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അപ്പോൾ ആ തഹജ്ജുദ് സുന്നത്ത് നിസ്കാരത്തിൻ്റെ മഹത്വങ്ങളും പ്രത്യേകതകളും ശ്രേഷ്ഠതകളും നമുക്ക് ലഭിക്കുന്ന ഗുണഫലങ്ങളും എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ദുനിയാവിലും ആഖിറത്തിലും നിങ്ങൾ വിജയം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും നിർബന്ധമായും തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് അതിന് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ. അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് അടിമകൾ എനിക്ക് ദുനിയാവിൽ ഉണ്ട്. അവർ എന്നെ ഇഷ്ടപ്പെടുന്നതിനേക്കാൾ എത്രയോ അധികം ഞാൻ എൻ്റെ അടിമകളായ അവരെ ഞാൻ ഇഷ്ടപ്പെടുന്നു. മാത്രമല്ല, അവർ എത്രത്തോളം എൻ്റെ അരികിലേക്ക് വരാൻ അവർ ആഗ്രഹിക്കുന്നോ അതിനേക്കാൾ കൂടുതൽ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവർ എൻ്റെ അരികിലേക്ക് വരുവാൻ വേണ്ടിയിട്ട്. മാത്രമല്ല, അവൻ എത്രത്തോളം എന്നെ ഓർക്കുന്നുണ്ടോ അതിനേക്കാൾ കൂടുതൽ ഞാൻ അവനെ ഓർക്കുന്നു. അവൻ്റെ കണ്ണ് നിറഞ്ഞാൽ എൻ്റെ സിംഹാസനം പോലും കുലുങ്ങിപ്പോകും. അപ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് ചോദിച്ചു, ആരാണ് ആ അടിമകൾ എന്ന്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, എല്ലാവരും ഉറങ്ങുന്ന സമയത്ത്, പാതിരാ സമയത്ത് ഞാൻ ആകാശത്ത് നിന്നും ഭൂമിയിലേക്ക് നോക്കുമ്പോൾ എനിക്ക് വേണ്ടി 2 റകഅത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്നവരാണ് അവർ എന്ന് പറഞ്ഞു. അവരെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ ഒരു നേട്ടം തന്നെ പോരെ നമുക്ക് തഹജ്ജുദ് നിസ്കരിക്കുന്നതിന് വേണ്ടി അല്ലാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം. ഇനി പ്രിയപ്പെട്ടവരെ, തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്ന ആളുകൾക്ക് ആഖിറത്തിൽ നിന്നും ലഭിക്കുന്ന കുറച്ച് നേട്ടങ്ങളും കൂടി ഞാൻ പറഞ്ഞു തരാം. അതിൽ ഒന്നാമത്തേത്, അല്ലാഹു ഇഷ്ടപ്പെടുന്ന ആളുകളായ ഉന്നതരായ ആളുകളുടെ പട്ടികയിൽ നമ്മെയും അല്ലാഹു ഉൾപ്പെടുത്തും. അതുപോലെ തന്നെ അതിൻ്റെ 2ാമത്തെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം, ഖബറിൽ നിന്നും മുഖം പ്രകാശിച്ചവനായി ഖബറിൽ നിന്നും പുറത്തു വരും. ആഖിറത്തിൽ നമുക്ക് ലഭിക്കുന്ന ഇതിൻ്റെ 3ാമത്തെ അനുഗ്രഹം, അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകൾ തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്ന ആളുകളാണ്. ഇതിൻ്റെ 4ാമത്തെ അനുഗ്രഹം, തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്ന ആളുകൾക്ക് സിറാത്ത് പാലം മിന്നൽ വേഗത്തിൽ കടക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ 5ാമത്തെ അനുഗ്രഹം ലഭിക്കുന്നത്, ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ വലത് കൈയിൽ അവൻ്റെ കിതാബ് നൽകപ്പെടും. ഇതിൻ്റെ 6ാമത്തെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹം, വലിയ സന്തോഷത്തോടു കൂടി ഒരു വിചാരണയുമില്ലാതെ നമുക്ക് പെട്ടെന്ന് സ്വർഗത്തിൽ കടക്കാൻ കഴിയും. ഇതിൻ്റെ 7ാമത്തെ അനുഗ്രഹം, തഹജ്ജുദ് പതിവാക്കുന്ന ആളുകൾക്ക് സ്വർണ്ണക്കുതിരയുടെ മുകളിൽ സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയും. അതുപോലെ തന്നെ ഇതിൻ്റെ 8ാമത്തെ അനുഗ്രഹമാണ്, തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ ഒരു തിളങ്ങുന്ന കൊട്ടാരം അവർക്ക് വേണ്ടി പണിതു വെച്ചിട്ടുണ്ട്.
ഇതിൻ്റെ 9ാമത്തെ നേട്ടമാണ് സ്വർഗത്തിൽ കടക്കുന്നവൻ്റെ ഏറ്റവും ഒരു വലിയ ഭാഗ്യമാണ് അള്ളാഹുവിനെ കാണുക എന്നുള്ളത്. അതുകൊണ്ട് തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആലയെ സ്വർഗത്തിൽ നിന്നും കാണാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ 10ാമത്തെ അനുഗ്രഹം സ്വർഗത്തിൽ നിന്ന് അള്ളാഹു സുബ്ഹാനഹു തആല എല്ലാവരോടും സലാം പറയും. പക്ഷേ നേരിട്ട് അള്ളാഹുവിനെ കണ്ട് സലാം മടക്കാൻ കഴിയുന്നത് തഹജ്ജുദ് നിസ്കാരം പതിവാക്കിയ ആളുകൾക്ക് മാത്രമാണ്. അപ്പോൾ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ദുനിയാവിലും ആഖിറത്തിലും എത്ര വലിയ നേട്ടങ്ങളാണ് നൽകുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല നാം എല്ലാവരെയും തഹജ്ജുദ് നിസ്കാരം പതിവാക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ. ദുനിയാവിലും ആഖിറത്തിലും വിജയം ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ സ്വർഗത്തിൽ അള്ളാഹുവിനെ നേരിട്ട് കണ്ട് സലാം മടക്കാൻ കഴിയാൻ വേണ്ടിയിട്ടും എല്ലാവരും എല്ലാ ദിവസവും നിർബന്ധമായും തഹജ്ജുദ് നിസ്കാരം പതിവാക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.